സ്ഥിരമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. പിന്നെ അത് നാച്ചുറൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളല്ലാതെ വരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ എനിക്ക് എന്റെ ജീവിതത്തിലുണ്ട്. അല്ല, മോളയുടെ ക്യാരക്ടർ വരുന്ന സമയത്ത് ഇതേപോലെ അനാവശ്യമായിട്ട് അത് പ്രൊജക്ട് ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ, അടിസ്ഥാനമായിട്ട് എത്ര കോൺഫിഡൻസോട് കൂടിയാണ് ഭാര്യ എടുത്ത് സത്യം തുറന്നു പറയാനായിട്ട് അങ്ങ് വെമ്പുന്നത്? അതെ. എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം വിതുമ്പുന്നൊരു സീനുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാകാത്ത ആൾക്കാരാണ് പെണ്ണുങ്ങളെന്നുള്ള മനസ്സിലാവുന്നത്. സംഭവം ശരിയാണോ ശ്രീ? അത് ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തിക്ക് ഇത്തരം പല ധർമ്മസങ്കടങ്ങളിൽ കൂടെ പോകേണ്ടി വരും. പലപ്പോഴും നമ്മൾ പറയാറില്ല, ചില സത്യങ്ങള് നമ്മൾ മിണ്ടാതിരിക്കുന്നത് നല്ലത്. ഇതില് ഇവൻ ഇന്നസെന്റ് ആയതുകൊണ്ടാണ് അത് പോയി പറഞ്ഞത്. നേരെ മറിച്ച് ഈ മോളി വർഗീസിന്റെ അടുത്ത് ഇവൻ എന്തെങ്കിലും ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ ഒരിക്കലും ഭാര്യയുടെ അടുത്ത് അത് പറയുമായിരുന്നില്ല. അപ്പോ ഭാര്യയിൽ അത്രയും വിശ്വാസത്തോടിയിട്ട് ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാൽ ആ സീനിലാണ് മുകേഷിനെ ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോയത്. കാരണം ഇയാൾ ഇത്രയും പാവമാണല്ലോ എന്ന് നമുക്ക് തോന്നി. ഇത്ര ഭയങ്കരങ്ങളാണോ മീര സ്ത്രീകൾ? ഭാര്യമാര് അറിയില്ല. അല്ല, അത് സ്ത്രീകളെല്ലാം അത് തന്നെയാണ്. അതിനകത്തുള്ള ഒരു പൊസസീവ്നെസ് എന്ന് പറയുന്നത് അത് ഉണ്ട്. പക്ഷെ സ്വന്തം ഭർത്താവ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് വേറൊരാളെ നോക്കുന്നു എന്ന് അറിയുന്നത് നുണയാണെങ്കിൽ പോലും അത് സഹിക്കാൻ തയ്യാറാണ്. പക്ഷെ മീര അങ്ങനെയൊക്കെയാണോ വേണ്ടത്? ഇപ്പം നമ്മൾ ഇത്തിരി പരോപകാരമായിട്ടൊക്കെ ചിന്തിക്കണ്ടേ? ഇപ്പൊ ഒരാളെ മാത്രം എല്ലാവരും പരോപകാരമൊന്നും വേണ്ട. അതെല്ലാം വേറെ ആൾക്കാർ ചെയ്തോട്ടെ. അല്ല, ഇതിൽ പക്ഷെ ഈ ഭാര്യ തിരിച്ച് എനിക്ക് ചോദിക്കാനുള്ള സത്യനോട് മുകേഷിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇത് ഭാര്യ പക്ഷെ മുകേഷിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് കൈക്കൂലി കേസിൽ പെടുന്ന സമയത്ത് നമ്മൾ കഥ പറയുന്നില്ലെങ്കിൽ കൂടി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആങ്ങളെ തന്നെ പറയുന്നത് സഹിക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി പോകാനാ പറയുന്നത്. ആങ്ങളയോട് ഇത്രയും വർഷം കൂടെ റിയൽ വൈഫാണ്. അല്ല, അപ്പൊ എന്റെ പരമായ സംശയം, ഒരു വൈഫാണോ സത്യം, ഒരു പെങ്ങളാണോ സത്യം എന്നുള്ളത്? ഒരു വൈഫാണോ സത്യം, ഒരു പെങ്ങളാണോ സത്യം എന്നുള്ളത്? തീർച്ചയായിട്ടും വൈഫാണ് സത്യം. വൈഫാണ് സത്യം. ഞാൻ ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവാണ് നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ആ ഭർത്താവാണ് ആ സ്ത്രീക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി അവർ കൂടപ്പറപ്പിനെയോ സ്വന്തം അച്ഛനെയോ അമ്മനെയോ എതിർത്തിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ധാരാളം ഭാര്യമാരെ ഞാൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് ഒരു പ്രകൃതി നിയമമാണ്. കാരണം അവരെ ശരീരവും മനസ്സും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പുരുഷൻ ഒരു ഭർത്താവിനെ പറ്റിയും അയാൾ എത്ര മോശക്കാരനാണെങ്കിലും അയാളെ പറ്റിയിട്ട് ദോഷമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാര്യയും സഹിക്കില്ല. നല്ല ഭാര്യമാർ എസ്പെഷ്യലി നമ്മുടെ കൾച്ചർ. കാരണം എത്ര പേര് സ്വന്തം വീട്ടുകാരായിട്ട് വഴക്കിടാറുണ്ട്, എത്ര പേര് സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് സ്വന്തം ആങ്ങളെക്കെതിരെ കേസ് കൊടുക്കാറുണ്ട്. അല്ല, ഈ അച്ഛനമ്മമാര് പറയും വളർത്തി കൊണ്ടുവന്നിട്ട് ഇപ്പൊ അവൻ പറയുന്ന വലുത് എന്ന് പറയും. ഇത് തന്നെ ഇവരും വയസ്സാകുമ്പം ഇതേ അനുഭവം ആ സമയത്ത് അവർ പഠിക്കത്തുള്ളൂ. ഒരു ലോ പോലെ നടക്കുന്ന ഒരു സൈക്കിള് പോലെ. അവരുടെ മക്കൾ വലുതാകുമ്പോ അവരുടെ മക്കൾക്ക് വേറെ ഭാര്യമാര് വരുമ്പോ അവരിത് അനുഭവിക്കും. അത് നമ്മള് വർഷങ്ങളായിട്ട് അതിനിപ്പോ കാലം എത്ര പുരോഗമിച്ചാലും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഹ്യൂമൻ സെന്റിമെന്റ്സും ഹ്യൂമൻ സ്വഭാവങ്ങളും എപ്പോഴും മാറുന്നില്ല. മുകേഷ് അങ്ങനെയാണോ സത്യം? അത് മുകേഷ് കാര്യത്തിൽ എങ്ങനെയാ? കൂടപ്പിറപ്പാണോ വലുത്, ഭാര്യയാണോ വലുത്? അല്ലല്ല, അത് നമ്മള് അതെല്ലാരും വീതം വെക്കാൻ കഴിയാത്തൊരു വസ്തു തന്നാൽ കൂടപ്പിറപ്പും ഭാര്യയും ഉണ്ടെങ്കിൽ ഇത് ആർക്ക് കൊടുക്കും? അത് ആദ്യ ഫസ്റ്റ് പ്രിഫറൻസ് ഭാര്യ തന്നെ ആയിരിക്കും. അതിന് പിന്നീടുള്ള ഭവിഷ്യത്തുകൾ ഓർത്ത് അവിടെ ഒരു ഷാജിയൊക്കെ അപ്പുറത്തെ ബുദ്ധിമാൻ പറയുന്നുണ്ട് മുകേഷ്. അല്ല, ഇതിൽ ഇനി ഒന്ന് മീരയോട് ചോദിക്കാനുള്ളത്, ഇതുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഷാജി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, മീരയുടെ തീർച്ചയായും വ്യക്തിപരമായ ഒരു ഈ സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഷാജിയും ഉണ്ട്, ഒരു വിനോദവും ഉണ്ടെന്ന് കരുതുക, രണ്ടുപേർ. മീരയ്ക്ക് ഇതിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഷാജിയുടെ സ്വഭാവമുള്ള ഒരു മോഡലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫീസറുടെ ക്വാളിറ്റി ഉള്ള ഒരാൾ ഒരു വശത്ത്, മറുവശത്ത് വിനോദിനെ പോലെ ഉള്ള ജീവിതത്തെ കുറിച്ച് നിസ്സാരമായി കാണുന്നതാണ്. നമുക്ക് അറിയില്ല ആരോടാ പെട്ടെന്ന് അടുപ്പം തോന്നുന്നല്ലേ. വിനോദിനെ കറക്റ്റ് ചെയ്ത് ഷാജിയാക്കി കൊണ്ടുപോകും. അതെ അതെ. പക്ഷെ എനിക്ക് ഈ പടത്തിൽ ശരിക്കും വിനോദിനോടാണ്. അല്ല, അപ്പൊ വിനോദിനോടാണ് താല്പര്യം. പാവമാണ്. അതൊരു ഒരു വളരെ എന്താ പറയാ നിഷ്കളങ്കനായുള്ള ഒരു കളിപ്പാട്ടം പോലെ. ഷാജി ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണെന്ന് ഷാജിയെ തന്നെ ഇവന്റെ നിഷ്കളങ്കത കൊണ്ട് നെട്ടിക്കുന്നുണ്ട്. എഴുത്തെഴുതുന്ന സീനില് എല്ലാരെയും അറ്റൻഷൻ അല്ല. അപ്പൊ ഇയാള് ഇങ്ങനെ എന്റെ അടുത്ത് പറയുന്നത് എന്താ എഴുതുന്നത്, അതിങ്ങനെ എല്ലാരും സ്നേഹമായിട്ട്. അപ്പൊ എന്താ അളിയന്റെ കണ്ണ് നിറഞ്ഞ, അല്ല നീ ഒരിക്കലും അടുത്തെങ്കിലും പോകത്തില്ലെന്ന് ഓർത്തൊരു സന്തോഷം കൊണ്ട് അപ്പൊ അതോട് എഴുതാന്ന് പറയുമ്പോ ഈ എല്ലാവർക്കും ഒരു എത്ര വിനോദിനോടൊരു സ്നേഹം തോന്നും.